ആദ്യം തന്നെ ഞങ്ങളെ പുലിക്കുട്ടികളെ എന്നല്ല വിളിക്കണേ, ഞങ്ങൾ കുഞ്ഞാടുകളല്ലേ. ഞങ്ങളെ ഈശോയുടെ കുഞ്ഞാടുകളെ എന്ന് വിളിച്ചാൽ മതി. എന്തായാലും ജോർജിയുടെ ചോദ്യം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം അച്ഛൻ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് ഏതൊരു വിശേഷപ്പെട്ട ദിവസം വന്നു കഴിഞ്ഞാലും ഇടവക്കാർ പോകുന്നതിന് മുമ്പ് അച്ഛൻ നാളെ എങ്ങനെ ഭക്ഷണം, അച്ഛന് നാളെ വീട്ടിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അച്ഛന് എങ്ങനെയെന്ന് ചോദിച്ചിട്ടാണ് അവിടുത്തെ മുഴുവൻ ആളുകളും വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ അവരുടെ ഒരു പാർട്ടാണെന്നുള്ള ഒരു ബി ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. ആ വീട്ടിൽ പോകാത്തതിന്റെ സങ്കടം ഇല്ലാത്ത വിധം ഇടവക്കാർ അവരുടെ ഭക്ഷണമേശയിൽ ഞങ്ങൾ അച്ഛന്മാരെയും പങ്കു ചേർക്കുന്നുണ്ട്. വികാരിച്ചന്മാരുടെ ഈ ആരോഗ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒക്കെ രഹസ്യം എന്ന് പറയുന്നത് ഈ ഇടവക്കാരുടെ സ്നേഹമാണ്. പക്ഷെ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്, അംഗീകരിക്കപ്പെടുന്നുണ്ട്, സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ ഒരു ഉത്സവം കൂടിയാണ് നമുക്ക് ക്രിസ്മസ്. ആ ഒരു ഒരുമയുണ്ടല്ലോ, അതാണ് സന്യാസ കൂട്ടായ്മയുടെ ഒരു സൗന്ദര്യം. അത് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലരൊക്കെ പുറത്ത് ചാടിയിട്ട് ഇത് വികൃതമാണ് എന്ന് പറയുന്നത്. എനിക്ക് വേറെ സ്വത്ത് വേണം, ഞാൻ ജോലി ചെയ്ത് എന്റെ കാശ് എനിക്ക് വേണം എന്നൊക്കെ, എനിക്ക് കാറ് വേണം എന്നൊക്കെ പറയുമ്പോഴല്ലോ എന്റെ സ്വത്ത് നീയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. കൂട്ടത്തിൽ ഒരു അച്ഛനൊരു വീഴ്ച, ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ക്ഷീണം തോന്നുമ്പോൾ ഞങ്ങൾ ഓടിയെത്തും. ആ ഒരു ഫീലിംഗ് ഭയങ്കര ഒരു കൺസേൺ ആണ്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ യാദൃശ്ചികമായിട്ട് ഒരു നമ്പർ വന്ന ഒരു ഫോൺ എടുത്തു. അങ്ങേ തലക്കിൽ നിന്ന് എനിക്കൊരു പരിചയമില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ഫാദർ ജോൺസൺ CMI ആണ്. പിന്നെ അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, അച്ഛൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്, ഞാനിത് ഐ വിൽ പ്രൂവ് ഇറ്റ് എന്ന് പറയാം. എനിക്ക് ബോധമുള്ളിടത്തോളം കാലം അതൊരിക്കലും മനസ്സിൽ നിന്ന് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കൈയടി. ഈ ഹാപ്പി എന്നുള്ള വാക്ക് ആ ക്രിസ്മസിന്റെ സന്തോഷം മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. നമ്മൾ മെറി ക്രിസ്മസ് എന്നൊരു സ്പിരിച്വൽ ബ്ലിസ് ആയി മെറി എന്ന വാക്കില് ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന വാസ്തവമല്ല, നമ്മളെ ചീത്ത പറയുന്നതാണ് സാധാരണ ആളുകളൊക്കെ കാണുന്നത്. എന്നിട്ട് ജയശങ്കർ നിന്നെ വിമർശിച്ചല്ലോ, ഏതാണ്ട് എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് ഓരോരുത്തർ പറയുന്നത്. എന്നെ സംബന്ധിച്ചാൽ യുവജനങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടേതായ ഈ പറഞ്ഞ ഫേസ്ബുക്ക് മാധ്യമങ്ങളും ഒക്കെ ആണെങ്കിലും ഉണ്ണീശോ ഇല്ല, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തുമസ് ആയിട്ട് മാറ്റുന്നത്. ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ക്രിസ്മസിന്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞ തൊപ്പിയാണ്. ഈ തൊപ്പിയാണ് ഇത് ഉണ്ണീശോയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഉണ്ണീശോ തൊപ്പി വെച്ച് വന്ന ആളല്ല. ക്രിസ്മസ് കാർഡിൽ ഉണ്ണീശോയെ കണ്ടാൽ എന്തോ ഒരു തെറ്റ് പോലെയാണ്. കച്ചവടക്കാർ വഴിയിൽ ഉപേക്ഷിച്ച ഉണ്ണീശോയെ എടുക്കുക, ഉണ്ണീശോയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. കരോൾ എന്ന വാക്കിന്റെ അർത്ഥം സന്ദർശനം എന്നാണ്, വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ സന്ദർശനം യേശുവുമായിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനും മാത്രമുള്ള ഒരു ലാളിത്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഹാപ്പി ക്രിസ്മസ്, അല്ല സോറി, മെറി ക്രിസ്മസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെക്കേനയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മധ്യേ ജനിച്ച ഉണ്ണീശോയ്ക്ക് ധീരതയോടെ സാക്ഷ്യം വഹിച്ച, ഉണ്ണീശോയെ ധീരതയോടെ പ്രഘോഷിച്ചവരായിരുന്നു ആട്ടിടയന്മാരും ജ്ഞാനികളും. ഇന്ന് കേരള സഭയിൽ സഭ ആക്രമിക്കപ്പെടുമ്പോൾ ക്രൈസ്തവ സമുദായത്തിന്റെ ശബ്ദമായി സമുദായത്തിന് പ്രതിരോധം തീർക്കുവാൻ സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന 4 പുലിക്കുട്ടികളായ വൈദികരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ഏവർക്കും പരിചിതമായ മുഖങ്ങളാണ്, പരിചിതങ്ങളായ ശബ്ദങ്ങളാണ്. ഫാദർ റോയി കണ്ണഞ്ചിറ CMI, ദീപികയുടെ കൊച്ചേട്ടൻ, ഈടുറ്റ ലേഖനങ്ങളിലൂടെ, ഒപ്പം തന്നെ അദ്ദേഹം നേതൃത്വം നൽകുന്ന സഭയിലെ സംഘടനകളുടെ സഭയ്ക്ക് വേണ്ടി ശബ്ദം അദ്ദേഹം ഉയർത്തുന്നു. നമുക്കറിയാവുന്നതുപോലെ ഫാദർ ടോം ഒലിക്കരോട് തലശ്ശേരി അതിരൂപതാംഗമാണ്. അദ്ദേഹത്തിന്റെ ഈടുറ്റ പ്രസംഗങ്ങൾ പലപ്പോഴും വളരെയധികം വൈറലായി മാറിയിരുന്നു. സഭയുടെ കൃത്യമായ ഒരു ശബ്ദം, സമുദായത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും സഹായകരമായിട്ടുണ്ട്. ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, പോസിറ്റീവ് സ്ട്രോക്ക് എന്ന ആ ഒരു പരമ്പരയിലൂടെ ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിച്ചെടുത്തത്. വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി പക്ഷേ കൃത്യമായ വാക്കുകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചപ്പോൾ അത് സഭയുടെ സ്വരം പൊതുസമൂഹത്തിൽ എത്തിക്കുവാൻ അത് സഹായകരമായി. ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ മലങ്കര കത്തോലിക്ക സഭയിലെ പത്തനംതിട്ട രൂപതാംഗമാണ്. കർഷകരുടെ ഒരു ശബ്ദമായി, പാവപ്പെട്ടവരുടെ ഒരു ശബ്ദമായി നിരന്തരം അദ്ദേഹം നടത്തുന്ന പല പ്രസംഗങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ പല ഇടപെടലുകളും വളരെയധികം വൈറലായി മാറിയിരുന്നു. സഭയ്ക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരുന്നു.
ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ 4 പുലിക്കുട്ടികളായ കത്തോലിക്ക സഭയിലെ, കേരള കത്തോലിക്ക സഭയിലെ വൈദികരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട അച്ഛന്മാരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ക്രിസ്മസിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരെയും പലപ്പോഴും ബിഗ് ഡിബേറ്റിൽ സെപ്പറേറ്റ് ഒരു പ്രത്യേക ഫ്രെയിമിലാണ് പലരെയും കണ്ടത്. നമ്മളെല്ലാവരും 4 പേരും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ വന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവെച്ചൊന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പലപ്പോഴും ക്രിസ്മസ് വിശേഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല പ്രോഗ്രാമുകളിലും ഫാമിലീസിന്റെ ക്രിസ്മസ് വിശേഷങ്ങൾ, സെലിബ്രിറ്റീസിന്റെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു സംശയം, നമുക്കറിയാം അച്ഛന്മാരുടെ ഒരു ക്രിസ്മസ് ആഘോഷം അല്ലെ, പലപ്പോഴും നമുക്ക് വിശ്വാസി സമൂഹം ഇടവകയിൽ പാതിര കുർബാനയിൽ പങ്കെടുക്കുന്നു. ഇപ്പൊ പാതിര കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ പിറ്റേ ദിവസം രാവിലെ കുർബാനയിൽ പങ്കെടുക്കും. പിന്നെ അവരുടെ കുടുംബങ്ങളിൽ ക്രിസ്മസ് ആഘോഷവുമായിട്ട് ചെലവഴിക്കുന്നു. പക്ഷെ ഒരു അച്ഛന്മാരുടെ ഒരു ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? നമ്മുടെ കൂട്ടത്തിൽ സീനിയർ റോയിച്ചനാണ്. അതുകൊണ്ട് നമുക്ക് റോയിച്ചിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛാ, എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം? എങ്ങനെയാണ് അച്ഛന്മാരുടെ ക്രിസ്മസ് ആഘോഷം? എങ്ങനെയാണ്? ആദ്യം തന്നെ ഞങ്ങളെ പുലിക്കുട്ടികളെ എന്നല്ല വിളിക്കണേ, ഞങ്ങൾ കുഞ്ഞാടുകളല്ലേ, ഞങ്ങളെ ഈശോയുടെ കുഞ്ഞാടുകളെ എന്ന് വിളിച്ചാൽ മതി. അപ്പം സന്തോഷം. ഷകീന ടിവിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ക്രിസ്മസ് ആഘോഷം ഒരു വൈദികൻ എന്നുള്ള നിലയിൽ തുടങ്ങുന്ന കാര്യമല്ലേ? സഭയിൽ തുടങ്ങുന്ന വൈദികൻ എന്ന നിലയിൽ അല്ലേ? സെമിനാരിയിൽ ചേരുമ്പോൾ തൊട്ടുള്ള ഓർമ്മകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള നിറപ്പകിട്ടാർന്ന ഓർമ്മകളെല്ലാം ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈശോയുടെ തിരുപ്പിറവിക്കുള്ള ഒരുക്കം തൊട്ട് ആദ്യത്തെ നോമ്പിന്റെ ദിവസം തൊട്ട് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, CMI സന്യാസ സമൂഹം പോലെ തന്നെയുള്ള എല്ലാ സന്യാസ സമൂഹങ്ങളും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഒരുങ്ങുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഒരുങ്ങുകയാണ്. അതേസമയം തന്നെ വ്യക്തിപരമായ ഒരുക്കവും കൂടെയുണ്ട്. ക്രിസ്മസിനോട് അടുത്ത് വരുമ്പോൾ എല്ലാ ദിവസവും തന്നെ വചനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുങ്ങാനാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പാലപ്പള്ളി ഞങ്ങൾ ഒരേ പ്രൊവിൻസാണ്, ഒരേ സ്ഥലത്ത് പഠിച്ചു വളർന്നവരാണ്. ഞങ്ങളുടെ നോയിസ് മാസ്റ്റർ അച്ഛൻ ഞങ്ങളെ ഒരുക്കിയത് വചനത്തിനനുസരിച്ച് എപ്പോഴും ഒരു വചനഭാഗം എടുത്ത് ധ്യാനിക്കണം. അപ്പം ഇപ്പോഴാണെങ്കിൽ ഞാൻ വരവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വചന സ്ട്രിപ്പ് ഉണ്ടാക്കി അയക്കാൻ പ്രചോദിതനാണ്. എല്ലാവരും തന്നെ അങ്ങനെ എല്ലാവരെയും ആ സന്ദേശത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇപ്പം സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിലെ വായനകളുടെ അതത് ദിവസത്തെ വായനകളിൽ നിന്ന് ഒരു ധ്യാനചിന്ത മെനഞ്ഞെടുത്ത് അതുകൊണ്ട് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോയി അത് പങ്കുവെച്ച് ആ ഒരു രീതിയിലാണ് ഈ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. വചനത്തിലൂടെ ഒരു ക്രിസ്മസ് ഒരുക്കം. ടോമച്ച, പ്രത്യേകിച്ച് ടോമച്ചൻ അതിരൂപതയിലെ, തലശ്ശേരി അതിരൂപതയിലെ വൈദികനാണ്. നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിലെ ഒരു ആഘോഷം എങ്ങനെയായിരിക്കും? നമുക്ക് വീട്ടിലൊക്കെ പോകാൻ പറ്റാറുണ്ടോ? ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇടവകയുടെ ഉത്തരവാദിത്വം നിലവിൽ അച്ഛനില്ല, അതിരൂപതയിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ക്രിസ്മസ് ദിനത്തിൽ 25-ാം തീയതി ഒക്കെ ഒരു ക്രിസ്മസ് ആഘോഷം ഒക്കെ എങ്ങനെയാണ്? ഇടവകയുടെ ഒരു പശ്ചാത്തലം എപ്പോഴും ഉണ്ട്. കാരണം ഞങ്ങള് അതിരൂപത കേന്ദ്രത്തിലാണ്, അതല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് ചുമതലയാണെങ്കിലും ഈസ്റ്റർ, ക്രിസ്മസ് ഒക്കെ അനുബന്ധിച്ച് ഇടവകകളിൽ സഹായിക്കാൻ പോകണം. അപ്പോൾ ക്രിസ്മസിന്റെ ഒരാഴ്ച ഒരു സാധാരണ ഇടവകയിലെ ഒരു അച്ഛനെ സംബന്ധിച്ച്, ഞാൻ വികാരിയായിരുന്നു, കൊച്ചച്ഛനായിരുന്നു, ഒന്ന് പുൽക്കൂടിന്റെ ഒരുക്കങ്ങൾ, അങ്ങനെ കെസിവയും കുട്ടികള്, അതുപോലെ നമ്മുടെ വിഷലി കുട്ടികള്, ഇവരുടെ ക്രിസ്മസ് ട്രീ, അതുപോലെ പുൽക്കൂടിന്റെ ഒരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1-ാം തീയതി തന്നെ അവര് വിവിധ പരിപാടികൾ, മലയുണ്ടാക്കാനും അതുപോലെ പുൽമേട് ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അപ്പൊ പള്ളിമുറ്റവും പരിസരവും ഒക്കെ സാധാരണഗതിയിൽ യുവജനങ്ങൾ വൈകുന്നേരങ്ങൾ എപ്പോഴും ഒരു 10 മണി 11 മണിയൊക്കെ വരെ അവർ ഒരു വലിയ കൂട്ടായ്മയാണ്. അവർ ഒരുമിച്ച് നിൽക്കുന്നു. അവരുടെ സന്തോഷവും സംസാരങ്ങളും ഒക്കെ അതൊരു ക്രിസ്മസ് കാലത്തെ ഏറ്റവും സുന്ദരമായ ചിത്രമാണ്. അതുപോലെ ഇപ്പൊ 1-ാം തീയതി ആകുമ്പോൾ തന്നെ പിള്ളേര് തലേദിവസങ്ങളിൽ വരുന്നു, നക്ഷത്രം, വലിയ നക്ഷത്രം ഉണ്ടാക്കി തൂക്കാനുള്ള ശ്രമങ്ങൾ. എല്ലായിടത്തും നമ്മൾ ശരിക്കും നമ്മുടെ ഈ യുവജന സംഘടനയെ ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല മൂവ്മെന്റുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇടവകയിലെ ചലനാത്മകമാക്കുന്നതിൽ ഈ കെസിവൈമിന് ഒരു വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ പല ഭക്ത മൂവ്മെന്റുകളൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ ആരാണ്? ഒരു നക്ഷത്രം വിളവയി തൂക്കാൻ ആരാണ്? ഒരു പാവപ്പെട്ട വീട് വെച്ച് കൊടുക്കുന്നതിൽ ആരാണ്? ഇപ്പൊ ഇതെല്ലാം ഈ ഒരു കാലം ക്രിസ്മസ് ഈ ഒരു യുവജനങ്ങളുടെ ഒരു വലിയ അല്ലെ ഒരു പങ്കാളിത്തമുണ്ട്. പിന്നെ ഞങ്ങള് ഇടവക്കാർ അച്ഛന്മാരെ സംബന്ധിച്ച് കുമ്പസാരക്കൂട്ടിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ഒരു സ്ലീവാച്ചൻ അതറിയാം.
അച്ഛൻ ഇടവപ്പെട്ടക്കാരനാണ്. ഇവരെ ഞങ്ങൾ വാടകയ്ക്ക് വിളിക്കലാണ് പതിവ്. ഞങ്ങൾക്കും കുമ്പസാരക്കൂടുകളുണ്ട്. ചെറുതാക്കണ്ട. നമുക്ക് ജോൺസൺസിലേക്ക് പോകാം. ജോൺസൺസിന്റെ ശബ്ദം തന്നെ പോസിറ്റീവ് സ്റ്റോക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആ ഒരു ശബ്ദം വളരെ പരിചിതമാണ്. പക്ഷെ എന്താണ് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ശബ്ദമാണ്. എന്താണ് അച്ഛൻ രാവിലെ ഒളിപ്പിച്ചിരിക്കുന്ന വളരെ ആകാംക്ഷകൾ നോക്കി നിൽക്കുന്ന ഒരു അച്ഛൻ ഇപ്പം സ്കൂളിലൊരു പ്രിൻസിപ്പളാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ക്രിസ്മസിന്റെ ഒരു ഓർമ്മകൾ. എന്തായാലും ജോർജിയുടെ ചോദ്യം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം അച്ഛൻ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പൊതുസമൂഹം, നമ്മുടെ വിശ്വാസി സമൂഹം അധികം ചിന്തിക്കാത്ത ഒരു ചോദ്യമാണ് ജോർജ് ചോദിച്ചത്. തീർച്ചയായിട്ടും റോയി അച്ഛനും ഞാനും CMI സഭയിലെ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ആശ്രമത്തിൻ്റെതായ ചില ക്രിസ്മസ് ആഘോഷ പരമ്പരാഗതമായ ചട്ടങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസിന്റെ രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരുമിച്ച് ക്രിസ്മസ് ഭക്ഷണം ഒരുമിച്ച് ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിൽ, കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിൽ കഴിക്കുക എന്നുള്ളത് നമ്മുടെ പരമ്പരാഗതമായ ഒരു CMI പാരമ്പര്യമാണ്. അതിനുശേഷം ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ടോമച്ചന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങള് സന്യാസ വൈദികര് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കുമ്പസാരക്കൂട്ടിലാണ്. കാരണം സന്യാസികള് ഈ കുമ്പസാരക്കൂട്ടില് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് കാലഘട്ടത്തിന്റെ ഏറ്റവും അടുത്ത ഒരുക്കം എന്ന് പറയുന്നത് ഈ പാപസങ്കീർത്തന വേദിയിൽ ഞങ്ങൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ വ്യക്തമാണ്. സ്കോട്ടിഷ് പ്രത്യേകിച്ച് അച്ഛൻ പറയുന്ന പോലെ ഇടവകയുടെ ഒരു ചാർജ് ഉണ്ട്. അച്ഛന്റെ പല തീപ്പൊരി പ്രസംഗങ്ങളും, പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്ന ചില പ്രസംഗങ്ങൾ, ഒരിടയ്ക്ക് ഈ MPയുടെ ഒക്കെ സത്യാഗ്രഹത്തിനിടയിൽ അച്ഛൻ പറഞ്ഞ പ്രസംഗമൊക്കെ വളരെയധികം വൈറലായിട്ട് മാറിയിരുന്നു. അപ്പം ഒരു ജനത്തോടൊപ്പം ഇഴുകി ചേർന്നുള്ളൊരു പ്രവർത്തനമാണ് അച്ഛൻ്റെത്. ഇപ്പൊ മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമാണ്. അവിടുത്തെ ഒരു ഇടവകയിലേക്ക് ഒരു ക്രിസ്മസിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ അനുഭവം എല്ലാവർക്കും വ്യത്യസ്തമായ അനുഭവമാണ്. ഞാനിപ്പോ ഒരു മലയോര മേഖലയിലാണ് ആയിരിക്കുന്നത്. അപ്പൊ മലയോര മേഖലയ്ക്ക് അതിൻ്റെതായ നന്മയുണ്ട്. നമുക്ക് ഏതൊരു വിശേഷപ്പെട്ട ദിവസം വന്നു കഴിഞ്ഞാലും ഇടവക്കാർ പോകുന്നതിന് മുമ്പ് അച്ഛൻ നാളെ എങ്ങനെ ഭക്ഷണം, അച്ഛന് നാളെ വീട്ടിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അച്ഛന് എങ്ങനെയെന്ന് ചോദിച്ചിട്ടാണ് അവിടുത്തെ മുഴുവൻ ആളുകളും വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ അവരുടെ ഒരു പാർട്ടാണെന്നുള്ള ഒരു ബി ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെതായ അവസരങ്ങൾ വരുമ്പോൾ കൂദാശ അനുഷ്ഠാനങ്ങളും കുർബാനകളും ഒക്കെ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അതിരാവിലെ അവർ വിളിക്കും, അച്ഛൻ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ, ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരട്ടെ. ഓൾറെഡി നമുക്ക് മടത്തിൽ നിന്ന് ഭക്ഷണം തരുമായിരിക്കും. എങ്കിൽ തന്നെ ആളുകളുടെ ആ ഒരു ചോദ്യം നമുക്ക് ആരൊക്കെയോ ഉണ്ട്, പ്രത്യേകിച്ച് സന്യാസ കോൺഗ്രേഷൻ ആകുമ്പോൾ അവർക്ക് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ട്. ഇപ്പൊ ടോമസിനെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഫീൽ ചെയ്യുന്നത് കുർബാനയുടെ അവസരങ്ങളും മറ്റ് ശുശ്രൂഷകളുടെ സമയങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സഭയോട് ഒത്ത്, അല്ലെങ്കിൽ ജനം ഇന്നും പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും ഇഷ്ടപ്പെടുന്ന എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് ഇത്തരം കൂദാശകളുടെയും ഇത്തരം വിശേഷ ദിവസങ്ങൾ തന്നെയാണ്. മലയോര മേഖലയാകുമ്പോൾ അവർക്ക് കഷ്ടപ്പാടാണ്, എന്തും കഷ്ടപ്പാടാണ്. വന്യജീവികളുടെ ബുദ്ധിമുട്ടുകളുണ്ട്, അത്തരം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ബഫർ സോണുകൾ കിടക്കുന്ന ഇങ്ങനെ. ഇതിന്റെ ഇടയിലും അവർ എങ്ങനെയെങ്കിലുമൊക്കെ മിച്ചം പിടിച്ച് അവര് ആഘോഷിക്കും. അതിനൊരു കുറവും അവർ വരുത്താറില്ല. ആഘോഷങ്ങൾ ഭംഗിയായിട്ട് നാട്ടിൻപുറത്ത് ഉള്ള ആഘോഷം സിറ്റിയിലുള്ള ആഘോഷത്തിന് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ അവര് ആഘോഷങ്ങളിൽ പങ്കുചേരും. അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഇപ്പം സ്കോട്ടിച്ചും പറഞ്ഞ വളരെ പ്രസക്തമായിട്ടൊരു പോയിന്റ്, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചോദ്യം അല്ലെ, അച്ഛൻ കഴിച്ചോ, അച്ഛന്റെ ക്രിസ്മസ് എങ്ങനെയാണ്, അത് വലിയൊരു ഫീൽ അല്ലേ അച്ഛൻ? നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു ഫീല്. പ്രത്യേകിച്ച് വൈദികർക്കെതിരെ കുറ്റം പറയാൻ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന അവരുടെ എണ്ണം ഇടവകയിൽ വളരെയധികം കുറഞ്ഞു വരുമല്ലേ? അത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതൊക്കെ ഒരു ഇടവകയിൽ ഒരു 90% ആളുകളും അവരുടെ വികാരിയച്ഛനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഈസ്റ്റർ ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, രാവിലെ പള്ളിയിൽ വരുന്നവർ അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റും അവരുടെ വീട്ടിലുണ്ടാക്കിയതിൽ ഏറ്റവും നല്ല പങ്ക്. അപ്പൊ അത് പാഴ്സൽ ചെയ്ത് മഠത്തിൽ നിന്ന് അച്ഛൻ കഴിക്കുകയോ കഴിക്കാതിരിക്കുക, അത് അവരുടെ ഒരു കൺസേൺ അല്ല. അവരുടെ നോമ്പ് വീടുന്നൊപ്പം അതുമായിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പേ കൊണ്ടുവന്ന് അച്ഛന് വെക്കുന്നു. അതുപോലെ ആദ്യം നമ്മുടെ കൈക്കാരന്മാര് അങ്ങനെ ഒക്കെയുള്ള ആളുകൾ ചോദിക്കുന്നത്, അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ടോ? പോകുന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ ഒപ്പം. ഇനി നമുക്ക് വരാൻ മടിയാണെങ്കിൽ അവര് ഭക്ഷണം നമുക്ക് ഈ കൊണ്ടുത്തരാനുള്ള. അപ്പോൾ ഒരു ക്രിസ്മസിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാല് വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മള് ആ ദിവസങ്ങളൊക്കെ അലച്ചിലാണ്. ഉറക്കൊഴിഞ്ഞുള്ള ദിവസങ്ങളോളം ഉറക്കൊഴിഞ്ഞുള്ള ഈ ക്രിസ്മസ് ക്രിപ്പ്, അതുപോലെ ആ ക്രിസ്മസ് രാത്രി പാതിരാ കുർബാനയും രാവിലത്തെ കുർബാനയും കൂടെ നമ്മളൊന്നും ഉറങ്ങുന്നില്ല. അപ്പൊ പലപ്പോഴും വീട്ടിൽ പോക്കൊരു റിസ്ക് ആണ്. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വീട്ടിൽ പോകണമെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്യണം. വീട്ടുകാർ വിളിച്ചാലും വിളിക്കുന്ന ഒപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെ വന്നാലും മതി. കാരണം തലശ്ശേരി രൂപതയില് ഞങ്ങളുടെ ഒരു യുവ വൈദികൻ ഒരു ക്രിസ്മസിന് പള്ളിയിലേത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി മരണപ്പെട്ട ഒരു ഓർമ്മയൊക്കെ ഉണ്ട് മനസ്സിൽ. ഞാൻ സെമിനാറിലായിരിക്കുന്ന കാലത്ത്. അതുകൊണ്ട് അത് മനസ്സിലുള്ളത് കൊണ്ട് ഈ ഉറക്കക്ഷീണത്തെ പ്രമാണിച്ച് പലപ്പോഴും വീട്ടിൽ പോക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ ആ വീട്ടിൽ പോകാത്തതിന്റെ സങ്കടം ഇല്ലാത്ത വിധം ഇടവക്കാർ അവരുടെ ഭക്ഷണമേശയിൽ
ഞങ്ങൾ അച്ഛന്മാരെയും പങ്കുചേർക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യർക്ക് അച്ഛൻ വൈദികരോട് വിശ്വാസികൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് ഒരു പറ്റം ആളുകളുടെ ഒരു സ്വപ്നമാണ്, അവരുടെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. യാഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെന്നുള്ളതാണ് ഒരു അനുഭവം. അതാണ് വളരെ അപ്പൊ ഈ വികാരിച്ചന്മാരുടെ ഈ ആരോഗ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ ഇടവക്കാരുടെ സ്നേഹം മനസ്സും നമ്മുടെ മനസ്സും ഒരു ചോദ്യം തന്നെ ഈ ക്രിസ്മസ് ആഘോഷം ഈ അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവക്കാരുടെ സ്നേഹം തിരിച്ചറിയാനായിട്ടുള്ള ഒരു വേദി കൂടിയാണ്. പക്ഷെ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്, അംഗീകരിക്കപ്പെടുന്നുണ്ട്, സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ ഒരു ഉത്സവം കൂടിയാണ് നമുക്ക് ക്രിസ്മസ്. അതുപോലെ തന്നെ കോൺഗ്രിഗേഷൻ അച്ഛൻ റോയിച്ചനും ജോൺസൺ സൂചിപ്പിച്ചു അവിടെയും വലിയൊരു കൂട്ടായ്മയാണ് അല്ലേ അച്ഛൻ? ഞങ്ങളുടേത് ഒരു വീടാണല്ലോ, ഞങ്ങളൊരു കുടുംബമായിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വല്യച്ഛന്മാരുണ്ട്, അതായത് ഞങ്ങളെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കെയർ ചെയ്യും. വെളിച്ചന്മാർക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ എല്ലാവരും, പ്രത്യേകിച്ച് ശമാശന്മാരുണ്ട് ഞങ്ങളുടെ എല്ലാ ആശ്രമത്തിലും അങ്ങനെ ഒരു രീതിയാണ്. അതായത് വൃദ്ധസദനങ്ങൾ അങ്ങനെ ഇല്ലല്ലോ, എല്ലാവരും ഒരുമിച്ചാണല്ലോ. അപ്പൊ ഈ കൊച്ചുമക്കള്, ഞങ്ങളുടെ ശമാശന്മാരും ആസ്പിരൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളില് വെല്ലിച്ചന്മാരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ. ഇപ്പൊ ഒരു ഉദാഹരണം, ഞങ്ങളുടെ വാഴക്കുളം ആശ്രമത്തില് ഞങ്ങൾക്ക് വെല്ലിച്ചനുണ്ട്, കാളൂസച്ചൻ, 92 വയസ്സായി. ഞങ്ങളുടെ സഭയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും സാത്വികനായ വിശുദ്ധനായ വൈദികനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം ആസ്പിരൻസുമായിട്ട് കുഞ്ഞുമക്കളുണ്ട്, സഭയിൽ ചേരുന്ന തലമുറ കൊച്ചുമക്കളുണ്ട്. അപ്പം ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ ഒരു സമയമാണ്. കുടുംബ അനുഭവം ശരിക്കും നമ്മൾ അറിയുന്നത് ക്രിസ്മസിലാണ്. അവിടെ ഈ ക്രിസ്മസിന് ഞങ്ങള് സന്യാസികള് വീട്ടിൽ പോയില്ലെങ്കിലും വീട് ആശ്രമം ഒരു വീടായി മാറുമ്പോൾ തന്നെ വീടിന്റേതായ ഒരു അന്തരീക്ഷം അവിടെ പുനഃസൃഷ്ടിക്കപ്പെടുകയായി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നില്ല സന്യാസികൾ. വളരെ കറക്റ്റ് ആണ്. കാരണം ഇടവകയിലെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ ഇടവക മുഴുവൻ ഒരു കുടുംബമായി മാറുന്നു. സന്യാസ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസ ഭവനം ഒരു കുടുംബമായിട്ട് മാറും. ഈ അച്ഛന്മാരുടെ ജീവിതത്തില് തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ദാരിദ്ര്യവ്രതമൊക്കെ എടുക്കുന്നത് ഇവരാണ്, സന്യാസിമാരാണ്. പക്ഷെ അത് പാലിക്കുന്നത് ഞങ്ങളുടെ പാവപ്പെട്ട ഇടവക്കാരാണ് എന്ന് പറയാറുണ്ട്. കാരണം അത്രമേൽ സുന്ദരമാണ് ഈ സന്യാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മളത് പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല. ഞാൻ ചില ആശ്രമങ്ങളൊക്കെ നമ്മൾ പോയി 2 ദിവസമൊക്കെ താമസിക്കുമ്പോൾ അറിയാം, അതൊരു വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന്റെ, അല്ല വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അനുഭവം ഇല്ലാത്ത വിധം അത്രമേൽ ഹൃദ്യമായിട്ട് ആഘോഷങ്ങളൊക്കെയാണ് അവിടെ ഏറ്റവും കളർഫുൾ നടക്കുന്നത്. ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിന്റെ ആ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ദാരിദ്ര്യവ്രതം ഏറ്റെടുക്കുമ്പം ഞങ്ങൾ എന്താണ് വ്രതം ചെയ്യുന്നത് അറിയോ? ഞങ്ങൾക്ക് സ്വകാര്യ സ്വത്ത് വേണ്ട എന്നാണ്. എന്റെ സ്വത്ത് എന്ന് പറയുന്നത് അച്ഛനാണ്, അതാണ് എന്റെ സമ്പത്ത്. അങ്ങനെ പരസ്പരം പറയാൻ കഴിയുന്ന ആ ഒരു ഒരുമയുണ്ടല്ലോ, അതാണ് സന്യാസ കൂട്ടായ്മയുടെ ഒരു സൗന്ദര്യം. അത് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലരൊക്കെ പുറത്ത് ചാടിയിട്ട് ഇത് വികൃതമാണ് എന്ന് പറയുന്നത്. എനിക്ക് വേറെ സ്വത്ത് വേണം, ഞാൻ ജോലി ചെയ്ത് എന്റെ കാശ് എനിക്ക് വേണം എന്നൊക്കെ, എനിക്ക് കാറ് വേണം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, എന്റെ സ്വത്ത് നീയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ നിന്റെ സമ്പാദ്യമാണ് എന്ന് പരസ്പരം പറയാൻ പറ്റുന്നില്ല. സന്യാസ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തനിച്ചൊന്നുമില്ല. റോഹിച്ചൻ പറഞ്ഞതോട് ചേർത്ത് വെച്ച് കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ രൂപതപ്പെട്ടക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്തിൽ ഒരു അച്ഛനൊരു വീഴ്ച, ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ക്ഷീണം തോന്നുമ്പോൾ ഞങ്ങൾ ഓടിയെത്തും. ആ ഒരു ഫീലിംഗ് ഭയങ്കര കൺസേൺ ആണ്. കാരണം ചെറിയൊരു രോഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ക്രൈസിസുകളായിക്കൊള്ളട്ടെ, ചെറിയൊരു വിഷയം വന്നാൽ തന്നെ ഇപ്പൊ സന്യാസ സമൂഹത്തിന് പരസ്പരം ബന്ധപ്പെട്ട് സഹായിക്കാൻ എപ്പോഴും ചുറ്റും അച്ഛന്മാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതില്ല. പക്ഷെ ഒരു ഫോൺ കോളിനുള്ളിൽ തന്നെ സമീപത്തുള്ള എല്ലാ കൊച്ചന്മാരായിക്കോട്ടെ, വലിയച്ഛന്മാരായിക്കോട്ടെ, ഒരു യുവതിലെ അച്ഛന്മാര്, അടുത്തടുത്തുള്ള അച്ഛന്മാര് വന്ന്, അല്ലെ ഫൊറോന തലത്തിലാണ് വന്ന് കൂടെ ഇരുന്ന് കുറച്ച് കാര്യം പറഞ്ഞ് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, അങ്ങനെ ഒരു ഫീലിംഗ്, അല്ലെ ഒരു സഹോദര സ്നേഹം ഞങ്ങളെ രൂപപ്പെടുത്തി എടുക്കാൻ എല്ലാവരും തന്നെ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ റോയിച്ചൻ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയുടെ അനുഭവം എപ്പോഴും ഞങ്ങളുടെ അച്ഛന്മാരുടെ ചുറ്റുമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നെങ്കിലും ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മാസധ്യാനത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടുമ്പോഴും അത് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആരും ഒറ്റയല്ല എന്ന് പരസ്പരം ബോധ്യപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. അത് തന്നെ ക്രിസ്മസിന്റെ ഒരു സന്ദേശം. അത് പൗരോഹിത്യത്തിന്റെ ഒരു വലിയൊരു ബ്യൂട്ടി തന്നെയല്ലേ ശരിക്കും. ആ ഒരു കൂട്ടായ്മ, ആ ഒരു സ്നേഹം, സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒരു കാര്യം, അത് നമ്മളത് എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഞാനൊരു നമ്മുടെ ഈ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഈ ഒരു വിവാദമായ PT തോമസിന്റെ ശവഘോഷ യാത്രയെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തു. അന്ന് എന്നെ വളരെ നിശിതമായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിച്ച് സംസാരിച്ചു. ഞാൻ വാസ്തവവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ വിമർശിച്ചു.
അന്ന് എന്റെ ഒരു ഫോൺ കോളുകൾ, പലരും ഭീഷണി കോളുകൾ, ചീത്ത പറയാൻ വിളിക്കുന്നു. ഞാൻ നമ്പറുകളൊന്നും എടുക്കുകയില്ല. ഒരു ഫോൺ അറിയാത്ത ഒരു നമ്പറും എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഞാൻ യാദൃശ്ചികമായിട്ടൊരു നമ്പർ വന്ന ഒരു ഫോൺ എടുത്തു. അങ്ങേ തലക്കിൽ നിന്ന് എനിക്കൊരു പരിചയമില്ല. എന്നോട് പറഞ്ഞു, ഞാൻ ഫാദർ ജോൺസൺ CMI ആണ്. പിന്നെ അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, അച്ഛൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. ഞാനിത് ഐ വിൽ പ്രൂവ് ഇറ്റ് എന്ന് പറയാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോസിറ്റീവ് സ്ട്രോക്ക്. അപ്പൊ ഞാൻ വിദേശത്തും പഠിത്തം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പൊ ഈ റോമിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ആ സമയത്താണ്. ഈ അച്ഛനും ഞാനും തമ്മിൽ ഒരു പരിചയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ, ഞാൻ ഇതൊരു ദൈവത്തിന്റെ പ്രൊവിഡൻസ് ആയിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഒരു കോളും എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ കോള് മാത്രം ഞാൻ എടുക്കുന്നു. അപ്പൊ എന്നോട് ജോൺസൺ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ഇത് എടുത്തില്ലെങ്കിൽ ഞാനത് ചെയ്യത്തില്ലായിരുന്നു, ഈ പ്രോഗ്രാം ചെയ്യാലായിരുന്നു. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഇടുക്കിയിൽ പോയി ഈ സമരപരിപാടിയുടെ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ശവഘോഷയാത്ര എന്ന് ആരോപിക്കുന്നതിന്റെ മുമ്പിൽ നിന്ന് വൈദികരെ, അൽമായരെ അടക്കം ഇന്റർവ്യൂ ചെയ്ത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് കത്തോലിക്ക പൗരോഹിത്യത്തിനെ ആക്ഷേപിക്കാനുള്ള ഒരു കുബുദ്ധിയിൽ വിരിഞ്ഞ ഒരു നുണപ്രചരണമാണെന്ന് അച്ഛൻ ഫാക്ച്വൽ ആയിട്ട് തെളിയിക്കുകയാണ്. ഇതിലപ്പുറം ഒരു സഹോദര സ്നേഹം എന്താണ്, കൂട്ടായ്മ എന്താണ്? ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പലയിടങ്ങളിലും സഭയുടെ ശബ്ദങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് തനിച്ച് പലയിടത്തും മുഴങ്ങാണ്. അതിനൊരു സാഹോദര്യത്തിന്റെ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് ശരിക്കും ജോൺസൺ അച്ഛനാ ചെയ്തത്. ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, എനിക്ക് ബോധമുള്ളിടത്തോളം കാലം അതൊരിക്കലും മനസ്സിൽ നിന്ന് നമുക്ക് മറക്കാൻ പറ്റാത്ത പ്രേക്ഷകരുടെ ഒരു കൈയടി. അത് ജോൺസന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. അത് ഇങ്ങനെയുള്ള എവിടെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കും. അത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടേണ്ടത് കൊടുക്കും. അതാണ് പിന്നെ പോസിറ്റീവ് സ്ട്രോക്ക്. അന്ന് ടോമസിനെ വിളിക്കാനായിട്ട് ഒരു പ്രത്യേക ഉൾവിളി തോന്നി. ആദ്യം 2 പ്രാവശ്യം ഡയൽ ചെയ്തിട്ടും കോള് പോയില്ല. പിന്നീട് അല്പം കൂടെ മാറി നിന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിളിച്ചപ്പോഴാണ് മൂന്നാമത് കിട്ടിയത്. പരിശുദ്ധാത്മാവ് അച്ഛനെ പ്രചോദിപ്പിച്ചതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം അത്രമേൽ നിർണായകമായിരുന്ന കാലത്താണ്. കാരണം നമ്മൾ പറയുന്ന വാസ്തവമല്ല, നമ്മളെ ചീത്ത പറയുന്നതാണ് സാധാരണ ആളുകളൊക്കെ കാണുന്നത്. എന്നിട്ട് ജയശങ്കർ നിന്നെ വിമർശിച്ചല്ലോ, ഏതാണ്ട് എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കൂടത്തിൽ നിന്ന് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു തരാൻ, അതാണ് പൗരോഹിത്യത്തിന്റെ സാഹോദര്യം എന്ന് പറയുന്നത്. അതിൽ പരം നമുക്ക് ഒരു ആ ഒരു ടീം വർക്ക് ഉണ്ടല്ലോ. അതായത് അതിപ്പം സന്യാസ വൈദികരും രൂപതാ വൈദികരും തമ്മിൽ ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഉണ്ടാകേണ്ടതുമാണ്. പലയിടങ്ങളിലും അത് കുറച്ചുകൂടി വന്നിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സുരക്ഷിതത്വ ബോധം ഈ ഒരു കാലത്ത് കൊടുക്കാൻ കഴിയും. ഇവര് രണ്ടുപേരും ഇപ്പം സാന്ദർഭികവശാൽ അവർ രണ്ടും അടുത്താണ് ഇരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് സന്യാസ ഒരു പുരോഹിതരും ഈ രൂപതാ വൈദികരും ഒരുമിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ വചനം പിറക്കുന്നതിന്റെ സന്ദേശം. ആ ഒരു ഐക്യമാണല്ലോ. വളരെ കറക്റ്റാണ് അച്ഛൻ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്മസിന്റെ ഒരു ആംഗിൾ നോക്കും. നമ്മൾ ഒരു കൂട്ടായ്മയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തിരുക്കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ അനുഭവം അല്ലെ, അതിന്റെ മറ്റൊരു വെർഷനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. നമ്മളിനി ക്രിസ്മസിന്റെ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ ഒരു ക്രിസ്മസ് അല്ല, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇന്ന്. ഒത്തിരി പല കാര്യങ്ങളും കാഴ്ചപ്പാടുകളിലും മനോഭാവത്തിലും ഒക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു കുറെ കൂടി ഒരു സെക്കുലർ ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. അതായത് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ണീശോ എടുത്തു മാറ്റും. നമ്മൾ ഏതിപ്പോ ക്രിസ്മസ് കാർഡ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള ക്രിസ്മസ് വിഷസ്, അത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ആര് ശൈലിയാണ്, അതിന്റെ അകത്ത് സാന്താക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാർ ഉണ്ടാവും എന്നല്ലോ. പക്ഷെ ഉണ്ണീശോ, പുൽക്കൂട് അതൊക്കെ എടുത്ത് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അത്തരത്തിലുള്ള ഒരു ആശങ്ക സ്കോട്ടച്ച. തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ചുള്ള യുവജനങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടേതായ ഈ പറഞ്ഞ ഫേസ്ബുക്ക് മാധ്യമങ്ങളും ഒക്കെ ആണെങ്കിലും ഉണ്ണീശോ ഇല്ല, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തുമസ് ആയിട്ട് മാറ്റപ്പെടുന്നു. ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കണ്ടു, കേട്ടു, ഷെയർ ചെയ്തു. പക്ഷെ ഇതിലേക്ക് ഉറവിടങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇത് ബോധപൂർവ്വം ഇങ്ങനെയുള്ള മെസ്സേജുകളും പോസ്റ്റുകളും കാർഡുകളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാകും. ചില ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിന്റെ പിന്നിൽ നിന്ന് ശക്തമായിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ ഈ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തുമസ് വരുന്ന സാഹചര്യത്തില് സത്യത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു സാഹോദര്യമാണെങ്കിൽ അവിടെ പുൽക്കൂട്ടിൽ സാഹോദര്യം, അല്ലെ പുൽക്കൂടിന്റെ അനുഭവത്തിൽ ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ആ ഒരു മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ക്രിസ്തു ഇപ്പൊ മാറ്റപ്പെട്ടും കുറെ കഴിയുമ്പോൾ ക്രിസ്തു പോയി കഴിഞ്ഞാൽ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന്റെ അധാർമികമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു പോകുന്നു. പുൽക്കൂട് എന്ന് പറയുന്നുണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച വീക്ഷണമാണ്.
പുൽക്കൂട്ടിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും. കാരണം ഈ തിരുപ്പിറവി നമുക്കറിയാലോ, ഒരു കാലഘട്ടങ്ങളെ കോർത്തിണക്കുന്ന ഒരു മൂവ്മെന്റാണ് അല്ലെ. ഇന്ന് വരെ ലോക ചരിത്രം AD BC എന്ന് രണ്ടായിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതിന്റെ ആ ഒരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈശോയുടെ ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാണ്. അപ്പോൾ അതൊരു പ്രപഞ്ച വീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു അന്തരീക്ഷമാണ് അതിന്റെ ഒരു പശ്ചാത്തലമായിട്ടുണ്ട്. ഒപ്പം പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പുൽക്കൂട്ടിൽ ജന്തുജാലങ്ങളെല്ലാം ഉണ്ട് അല്ലെ. ഒപ്പം ഈ പാരിസ്ഥിതികമായ ഒരു സൗന്ദര്യത്തിന് ഈ പുൽവത്ത ക്രിസ്തുവിന് ഇതിന്റെ പരിസരത്തുണ്ട്. ഒപ്പം ഈ സാധാരണക്കാരായ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആട്ടിടയരുണ്ട് അല്ലെ. പിന്നെ ഒരു അപ്പർ ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതി സമൂഹത്തിലുള്ളതാണ്. അപ്പൊ അവിടെ രാജാക്കന്മാരുണ്ട്, അവര് കാണാൻ വരുന്നുണ്ട്. ഒപ്പം ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുകയാണ്, ആകാശത്ത് താരകങ്ങളെല്ലാം പ്രകാശിച്ചു നിൽക്കുന്നു. എല്ലാ മതധാരകളുടെയും ഒരു സത്ത എന്ന് പറയുന്നത് സ്വർഗവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിൽ നിന്നാണ് ഈശോ വന്നത്, സ്വർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനാണ് വന്നത്. അപ്പോൾ ഈ വാനദൂതര് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതായിരുന്നു പഴയ ക്രിസ്മസ് കാർഡ്. പഴയ ക്രിസ്മസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രപഞ്ച വീക്ഷണം ഉണ്ടായിരുന്നു. അത് ക്രൈസ്തവ മതം ലോകത്തിന് നൽകുന്ന ഒരു ഗ്ലോബൽ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ആ ഒരു പ്രപഞ്ച വീക്ഷണം ആണ് ക്രിസ്മസ്. അത് മനഃപൂർവ്വം കൊണ്ട് എടുത്ത് മാറ്റിയിട്ട് ഈ സാന്താക്ലോസിന്റെ നമ്മളും സാന്താക്ലോസിന്റെ തൊപ്പി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? പെട്ടെന്ന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് എല്ലാവരുടെയും മനസ്സിൽ ഈ ക്രിസ്മസിന്റെ ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്. ഇത് ഉണ്ണീശോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ണീശോ തൊപ്പി വെച്ച് വന്ന ആളല്ല, അല്ലെ ഉണ്ണീശോ പുൽക്കൂട്ടിൽ തൊപ്പി വെച്ച് കിടന്നതുമല്ല. പക്ഷെ നമ്മളുടെ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് മാറി ഈ സാന്താക്ലോസ് എന്ന ആ ഒരു ഇമേജ് അത് ഡെവലപ്പ് ചെയ്യുകയും ഇങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന്റെ ഒരു മൂഡിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന തൊപ്പിയൊക്കെ വന്നത്. പക്ഷെ ക്രിസ്മസിന്റെ പുൽക്കൂടാണ് ക്രിസ്മസ് കാർഡിൽ ഉണ്ടാകേണ്ടത്. എന്റെ ഒരു അഭിപ്രായം, ഈ ക്രിസ്മസ് കാർഡ് സിസ്റ്റം, ക്രിസ്മസ് കാർഡ് അയക്കുന്ന ആ ഒരു പാരമ്പര്യം നമ്മൾ തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് മനസ്സ് വെച്ച് അടുത്ത വർഷത്തേക്ക്, ഇനിയിപ്പോ ഈ വർഷം നമുക്ക് ഇനി ക്രിസ്മസ് കാർഡ് അയക്കാൻ പറ്റില്ല, അടുത്ത വർഷം നമുക്ക് ക്രിസ്മസ് കാർഡുകൾ അയക്കുന്ന ഒരു രീതി നമുക്ക് തുടങ്ങാം. ഷക്കീന ടിവിയുടെ ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് നമുക്ക് പരസ്പരം കൈപ്പടയിൽ ഈശോ എന്ന് എഴുതി ഈശോയുടെ തിരുപ്പിറവിയുടെ ആശംസകൾ നേരുന്നു, സുഖമല്ലേ, ഇവിടെയും സുഖമാണ്, പുതുവത്സരം അനുഗ്രഹദായകമാകട്ടെ എന്നൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നല്ലേ. ഈ വാട്സപ്പ് വരുന്നതിന് മുമ്പ്, ഈ യൂട്യൂബ് വരുന്നതിന് മുമ്പ്, ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതാണ് സ്വന്തം കൈയക്ഷരം. ഇന്ന് കൈയക്ഷരം പോലും എല്ലാവർക്കും ഇല്ലാതെയായി പോയി. അത് വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് അച്ഛൻ നൽകിയിരിക്കുന്നത്. ഞാനത് സ്നേഹപൂർവ്വം ഞങ്ങൾ ഒരുമിച്ച് ആഹ്വാനിച്ചു. അല്ലെ, എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയാണ്. നമുക്ക് ക്രിസ്മസ് കാർഡിലേക്ക് തിരിച്ചു വരാം. അവിടെ ക്രിസ്തുവിന്റെ പ്രപഞ്ച വീക്ഷണം, പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഈ വന്ന് പിറന്നത് എന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉണരട്ടെ. ജോൺസൺ വെച്ചാൽ നമുക്ക് ഇപ്പം സ്പോട്ടച്ചനും റോയിച്ചനും പ്രത്യേകം പറഞ്ഞു, അതായത് ഉണ്ണീശോ എടുത്തു മാറ്റപ്പെടുന്നു, പുൽക്കൂട് എടുത്തു മാറ്റപ്പെടുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അച്ഛനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ കൂടിയാണ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു തന്ത്രമുണ്ട്? പ്രത്യേകിച്ച് ഒരു നിരീശ്വരവാദം, ഒരു ലിബറൽ ചിന്താഗതികൾ. പലപ്പോഴും ക്രിസ്മസ് വിഷസ് എന്ന് പറയാൻ പോലും പലർക്കും മടിയാണ്. സീസൺസ് ഗ്രീറ്റിംഗ്സ് പല പാശ്ചാത്യ നാടുകളിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ പ്രയോഗത്തിൽ തന്നെ പറയുമ്പോഴത്തേക്ക് ഹാപ്പി ക്രിസ്മസ് എന്നാണ് പറയുന്നത്. ഈ ഹാപ്പി എന്നുള്ള വാക്ക് ആ ക്രിസ്മസിന്റെ സന്തോഷം മുഴുവൻ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. നമ്മൾ മെറി ക്രിസ്മസ് എന്നൊരു സ്പിരിച്വൽ ബ്ലിസ് ആയി മെറി എന്ന വാക്കില് ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ജോർജ് ചോദിച്ച ആദ്യത്തെ ചോദ്യം, മറ്റേത് ആഘോഷങ്ങളെ പോലെ തന്നെ ക്രിസ്മസും കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്രിസ്മസിന് മറ്റ് ആഘോഷങ്ങളെക്കാളും കൂടുതലായിട്ട് പ്രതീകങ്ങളുണ്ട്. സ്റ്റാർ ഒരു പ്രതീകമാണ്, ട്രീ ഒരു പ്രതീകമാണ്, സാന്താക്ലാസ് ഒരു പ്രതീകമാണ്. ഈ പ്രതീകങ്ങൾ അങ്ങ് കച്ചവടക്കാർ ഏറ്റെടുത്ത് അതങ്ങ് വിൽക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഉണ്ണീശോ എന്ന ഈ പ്രതീകം ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള കാതലായിട്ടുള്ള ആ പ്രതിയായി മാറി. അങ്ങനെ ഈ പ്രതീകങ്ങളെ കച്ചവടക്കാർ ഏറ്റെടുത്ത് അത് ഭയങ്കരമായിട്ട് അവരുടെ വരുമാന മാർഗമായിട്ട് അവരങ്ങ് വിറ്റു തുടങ്ങി. അതോടുകൂടി പാവം ഉണ്ണീശോ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഉണ്ണീശോയെ വിൽക്കുവാനായിട്ട് ആരും ഇല്ലാതായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവരുടെ, ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കച്ചവടക്കാർ വഴിയിൽ ഉപേക്ഷിച്ച ഉണ്ണീശോയെ എടുക്കുക, ഉണ്ണീശോയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. റോയിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ
ആ ക്രിസ്മസ് കാർഡൊക്കെ നമ്മൾ കിട്ടിയിരിക്കുന്ന ഓരോ ക്രിസ്മസ് കണ്ട ഒരു 15 വർഷം മുമ്പൊക്കെ ഒരു 15-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ സെമിനാരിലൊക്കെ പോകുമ്പോഴേക്കും അതെ ക്രിസ്മസ് കാർഡ് അതെ നമ്മുടെ സെമിനാരികളിലെല്ലാം ഈ ഓരോരുത്തർ അല്ലേ തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ സെമിനാരിലായിരിക്കുമ്പോഴേക്കും ഈ ഉച്ചയ്ക്ക് ഊണിന് മുമ്പായിട്ട് ഓടി വന്ന് നോക്കുകയാണ് നമ്മുടെ തപാൽപ്പെട്ടിയിൽ എനിക്കുണ്ടോ എല്ലാവർക്കും കിട്ടി, എനിക്കില്ലേ, എനിക്ക് 4 ക്രിസ്മസ് കാർഡ് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഇത് വെച്ചുകൊണ്ട് വലിയൊരു അവാർഡ് കിട്ടിയ രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. അതൊക്കെ ഒരു ക്രിസ്മസിന്റെ വലിയൊരു മുന്നാസ്വാദനമായിരുന്നു. അതുകൊണ്ട് റോയിസ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു 15-20 ക്രിസ്മസ് കാർഡെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം. നമ്മളൊരു 25-50 കാർഡ് അയക്കും. ക്രിസ്മസ് വെക്കണ്ട, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ക്രിസ്മസിന് തന്നെ, ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ് കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് ഈ ക്രിസ്മസിന് തന്നെ ഒരു 15 കാർഡ് നാളെ തന്നെ നമ്മൾ അയക്കാമെന്ന് തീരുമാനിക്കാം. അപ്പൊ ഷക്കീനയുടെ പ്രേക്ഷകരോട് ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഇല്ല നമുക്ക് മുമ്പിൽ. നമുക്ക് ഇന്ന് തന്നെ ക്രിസ്മസ് കാർഡ് മേടിക്കുന്നു, നമ്മളത് അയക്കുന്നു. റോയിച്ചന്റെ ഈ ആഹ്വാനം ഉണ്ണീശോയുടെ പടമുള്ള ടോമസ് നമുക്ക് പറയുന്നത് പോലെ ഇപ്പം ക്രിസ്മസ് കാർഡിന്റെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള പല ക്രിസ്മസ് ആഘോഷം, നമ്മൾ ഈ കരോളൊക്കെ അതിന്റെയൊക്കെ ഒരു തനിമയും പാരമ്പര്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് വെറും ഒരു ചടങ്ങായിട്ട് ഇപ്പം പണ്ട് ഇടവക മുഴുവൻ ഇപ്പൊ 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പം വാർഡ് തലത്തിലൊക്കെ ആണെന്നു അതും ചുരുങ്ങി പോകുന്നു. അതിൽ പോലും നമുക്ക് യുവാക്കളെ ഒന്നും കിട്ടാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയിൽ നിന്നും നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസി സമൂഹം ഇത്തരം ആഘോഷങ്ങളുടെ ഒരു തനിമ, ഒരു ക്രൈസ്തവ വിശ്വാസ തനിമയിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത്? ഒരു നിരീശ്വരവാദ ചിന്തകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടകളോ അതിന്റെ പിന്നിൽ ഉണ്ട്? എനിക്ക് തോന്നുന്ന ഒരു നിരീക്ഷണം, ലോകത്ത് പല കൾച്ചറുകളുണ്ട്. അതിലൊന്നാണ് ഒരു ക്രിസ്ത്യൻ കൾച്ചർ ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ക്രിസ്മസ് ആഘോഷവും പുൽക്കൂടും ക്രിസ്മസ് കാർഡും എല്ലാം അതിന്റെ ഭാഗമാണ്. ഈ ഒരു സ്വന്തം സംസ്കാരത്തെ, ഒരു കൾച്ചറിനെ ഏറ്റവും കുറച്ച് വിലമതിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്യാൻ, അത് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും കുറച്ച് അധ്വാനിക്കുന്നത് നമ്മളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് മതങ്ങളൊക്കെ അവരുടെ സംസ്കാരങ്ങളൊക്കെ അവർ വളരെ നന്നായി ചെറിഷ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷം കഴിയുന്നത് കൂടി വരികയാണ്. അവർ കളയുന്നില്ല. അതേസമയത്ത് ക്രിസ്ത്യാനികളിലേക്ക് വരുമ്പം എല്ലാം നമുക്ക് ബേഡൻ ആവുന്നു. നമുക്ക് കരോള് നടത്തുന്നത് പ്രയാസമാണ്. കരോള് നടത്താനോ ഓരോ വർഷം കഴിയുന്തോറും 5-6 പിള്ളേരെ കിട്ടിയാൽ അതായത് ഇത് കുട്ടികളുടെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ ഒരു പരിപാടിയാണ്. സ്ത്രീജനങ്ങളൊക്കെ വീട്ടിൽ, കരോൾ എന്ന വാക്കിന്റെ അർത്ഥം സന്ദർശനം എന്നാണ്, വിസിറ്റ് ചെയ്യാന്നുള്ള. അപ്പൊ ഈ സന്ദർശനം യേശുവുമായിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനും മാത്രമുള്ള ഒരു ലാളിത്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ ഒരു സംസ്കാരം പ്രഘോഷിക്കുകയാണ്. ഇവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ മൈക്ക് ആവശ്യമുണ്ട്, മൈക്കിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ള ഒരു അബദ്ധ ധാരണ നമുക്കുണ്ടായിരുന്നു. കരോൾ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഒരു ഇടവകയിലെ കുടുംബങ്ങൾ ഒരുമിച്ച് മറ്റൊരു വീട്ടിലേക്ക് ഒരുമിച്ച് ചെല്ലുകയാണ് പാട്ടും പാടി. അപ്പൊ ഒരു യേശുവുമായിട്ടുള്ള സന്ദർശനമാണ്. ഇതൊരു പഴഞ്ചനാണ്, ബേർഡനാണെന്ന് തോന്നുന്ന സ്വന്തം സംസ്കാരത്തെ അത് തന്നെയാണ് ക്രിസ്മസ് കാർഡിലും സംഭവിച്ചത്. വാട്സപ്പിൽ ഒരു ഫോർവേഡിങ്ങിൽ തീരുന്നതാണ് നമുക്കൊരു ആശംസ എന്ന് പറയുന്നത്. ഒറ്റ ഞെക്കിന് കാര്യം കഴിഞ്ഞു. അതേ സമയത്ത് ഈ ഒരു കാർഡ് അയക്കുന്നതിൽ ഒരു പെയിൻ ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ കൾച്ചറാണ്. കരോൾ ഒരു ക്രിസ്ത്യൻ കൾച്ചറാണ്. പുൽക്കൂട് ഉണ്ടാക്കുന്നത്, ഇന്ന് വീടുകളിലെല്ലാം പുൽക്കൂട് ഉണ്ടാക്കാൻ, ഒരു നക്ഷത്രം തൂക്കാൻ നമുക്കിതെല്ലാം ബേർഡനായി മാറി. അതുകൊണ്ട് അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നു നമ്മൾ പൊതുസമൂഹത്തെ ഒന്നും കുറ്റം പറയുന്നതിൽ കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അതെയിസ്റ്റുകൾ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. സഭ പിറന്നു വന്ന കാലത്ത് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ നേരിട്ടത്ര ആക്രമണങ്ങൾ ഇന്ന് നേരിടുന്നില്ല. അവിടെയൊക്കെ ഇതെങ്ങനെയാണ് ആ കൾച്ചർ അവർ സംരക്ഷിച്ചത്? ഈ സഭാ അംഗങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ സംസ്കാരം ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്കാരം ജീവിക്കാൻ നമുക്ക് ആഗ്രഹമില്ല. നമുക്കത് നാൾക്ക് നാൾ ബേർഡനായിട്ട് മാറുന്നു, ഭാരമായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരണം. ഏറ്റവും സുന്ദരമായ ഒരു സംസ്കാരത്തെ നമ്മൾ അലസത കൊണ്ടും ഉദാസീനത കൊണ്ടും ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്. നമ്മുടെ ഒരു കൾച്ചറിനെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്യാനൊരു താല്പര്യം, അത് ആഘോഷിക്കാൻ, അതിന്റെ പ്രതീകങ്ങളെ ആഘോഷിക്കാനുള്ള ഒരു വലിയ ഉത്സാഹം നമ്മുടെ സമൂഹത്തിൽ കാണും. ചില നല്ല സൂചനകൾ അതോടൊപ്പം തന്നെ അങ്ങനെ പല ഇതിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കാണുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസ് കാലം ആകുമ്പോഴേക്കും നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും ക്രിസ്മസ് വീക്കെൻഡ് ആകുമ്പോഴേക്കും ചുമന്ന ഉടുപ്പും വെള്ള ഉടുപ്പും രണ്ടും ചുമപ്പും വെള്ളയും കൂടെ ഉള്ള, ഇപ്പൊ തന്നെ നമ്മുടെ ഈ തൊപ്പിക്കുള്ള ചുമപ്പും വെള്ളയും കൂടെ ഉള്ള കോമ്പോ ഉണ്ടല്ലോ, അങ്ങനെ ഡ്രസ്സ് മാറുകയാണ്. ഇപ്പൊ തുണിക്കടകളിലൊക്കെ ചുമന്ന ഡ്രസ്സും ചുമപ്പും വെള്ളയും കൂടെ കൂടുന്ന ഡ്രസ്സൊക്കെ ഇപ്പൊ പെരുകി തുടങ്ങി. അതങ്ങ് മേടിച്ചിട്ടിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എനിക്ക് ക്രിസ്മസ് ദിവസങ്ങളിൽ യാത്രയുണ്ടായിരുന്നു. രാത്രികളിൽ എന്തൊരു ആഘോഷമാണ്. കേരളം മുഴുവൻ ഒരു സിറ്റി കരോൾ എന്നൊരു പുതിയൊരു ഐറ്റം വരുവാണ്.
അതൊരു പുതിയൊരു ട്രെൻഡായിട്ട് ഞാൻ തന്നെ അത് ഒത്തിരി പക്ഷെ ആസ്വദിച്ചു. അതിനകത്ത് ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതിനകത്ത് ഇപ്പൊ അത്ര ആഘോഷങ്ങളുണ്ട്, പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ഒരു ക്രിസ്തീയത അതിൽ നിന്ന് ഒരിക്കലും ചോർന്നു പോകരുത്. ഇല്ല, പലപ്പോഴും അതൊരു അടിച്ചുപൊളി ലോകത്തിലൊരു അടിച്ചുപൊളി എന്നുള്ള രീതിയിൽ. സന്തോഷമാണല്ലോ. അപ്പം ഇവിടെ പിന്നെ ടോമച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈശോയെ കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതായത് അതിനൊരു ഡെക്കറേഷൻ വേണം, ഒരു അലങ്കാരം വേണം. അതിന് ഈ ചെമപ്പും വെള്ളയും നമ്മുടെ അത് വേണം. ക്രിസ്മസിന്റെ ഒരു കളറായിട്ട് തന്നെ മാറി. ഓക്കെ. അപ്പൊ അതൊരു സിറ്റി കരോൾ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിനറിയോ, ഈ ഇടവകയിലെ എല്ലാവരും ഒരു 500-600 പേര് ഒരുമിച്ച് എങ്ങോട്ട് ടൗണിൽ കൂടെ അവരവരുടേതായ നഗരമുണ്ടല്ലോ, ആ നഗരത്തിൽ ഞാൻ തലേ ദിവസത്തെ രാത്രി 23 24 അപ്പം ബാക്കി ഇതര മതസ്ഥരായ നമ്മുടെ സഹോദരങ്ങൾ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സത്യത്തിൽ എല്ലാവരുടെയും കടകളൊക്കെ അലങ്കരിച്ച് ഈ സിറ്റി കരോളിന് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഇടുക്കി രൂപതയിലാണ് ഞാനത് കൂടുതൽ കണ്ടത്. അപ്പൊ എല്ലാവരും ഇറങ്ങുവാണ്. എല്ലാവരും 10-500 പേര് 300 പേരൊക്കെ ഇങ്ങ് ഇറങ്ങി ചെണ്ടയൊക്കെ അടിച്ച് അപ്പോഴേക്കും അവര് വാർഡുകളിലെ കരോളെല്ലാം തീർന്നു. ഇനി ലാസ്റ്റ് കരോൾ സിറ്റി കരോളാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സിറ്റി കരോൾ ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാ മതസ്ഥരും അതിനോട് സഹകരിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ ആ സ്നേഹവും സന്തോഷവും എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് പറയാൻ. റോയേശൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ നാട്ടിൽ ഓമലൂരാണ് എന്റെ നാട്. അവിടെ 90 വർഷത്തിലധികമായിട്ട് സംയുക്ത ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. 25-ാം തീയതി വൈകിട്ട് എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളും സഭാ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കൂടി പുത്തമ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൈപ്പറ്റൂരിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററേക്ക് ഒരുമിച്ച് ഇങ്ങനെ പാട്ടുകൾ പാടി ആഘോഷമായിട്ട് പോകുന്ന ശീലം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ 90 വർഷമായിട്ട്. തീർച്ചയായും. അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് ടോമസൻ തന്നെ ഒരു ചെറിയൊരു ക്രിസ്മസ് സന്ദേശം. ക്രിസ്മസിൽ യേശു ജനിച്ച സ്ഥലം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ബെത്ലഹേമിൽ ജനിച്ചു എന്നാണ്. ബെത്ലഹേം എന്ന വാക്കിനെ കുറിച്ച് പരമ്പരാഗതമായിട്ട് നമ്മൾ കേൾക്കുന്നത് അപ്പത്തിന്റെ വീട് എന്നുള്ളതാണ്. ഞാനൊരു ബൈബിൾ പഠിച്ച ആളായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കൂടിയൊരു വർഷങ്ങൾ ഈ ബൈബിൾ ഭാഷ പഠിക്കുക ഇത് വേണ്ട. ബെത്ലഹേമിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. അത് അപ്പത്തിന്റെ വീടിനൊപ്പം കലഹത്തിന്റെ സ്ഥലം എന്നും കൂടെ ഒരു അർത്ഥമുണ്ട് എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ. കാരണം ഈ സ്വരചിഹ്നങ്ങളൊക്കെ ഹീബ്രു ഭാഷയിൽ വളരെ പിന്നീടാണ് ഉണ്ടാവുന്നത്. അപ്പം ബെത്ലഹം എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് ഹൗസ് ഓഫ് ക്വാറൽ എന്നുകൂടെ ഒരു അർത്ഥമുണ്ട്. അതിനൊരു സാധ്യതയുണ്ട്. കാരണം ഈ ബെത്ലഹേം ഇടയന്മാരുടെ ഗ്രാമമാണ്. അവിടെ അപ്പം ഉണ്ടാക്കിയതായിട്ട് നമുക്കൊരു തെളിവില്ല. അതേസമയത്ത് ഇടയന്മാരും അവരുടെ മേച്ചിൽപ്പുറങ്ങളെ കുറിച്ച് ആടുകളെ കുറിച്ചുള്ള കലഹക്കേണ്ട സ്ഥലമാണ്. ഇനി ആരാണ് ഈ കലഹത്തിന്റെ സ്ഥലത്ത് വന്ന് പിറന്നത്? യെശയ്യായുടെ ഇമ്മാനുവൽ പ്രവചനത്തിൽ വരാനിരിക്കുന്ന രാജാവിന് കൊടുക്കുന്ന വിശേഷങ്ങളിൽ ഒന്ന് അവൻ സമാധാനത്തിന്റെ രാജാവെന്ന് വിളിക്കപ്പെടുമെന്നാണ്. ജെറുസലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ ഇരിപ്പിടമാണ്. അപ്പൊ ആരാണ് ഈ ബെത്ലഹേമിൽ കലഹത്തിന്റെ വീട്ടിൽ പിറന്ന ആരാണ്? പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ്. നമ്മുടെ ചുറ്റുപാട് ഇന്നൊരു കലഹത്തിന്റെ വീടായിട്ട് മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ സഭയുടെ ഉള്ളിലും നമുക്കത് കാണാൻ പറ്റും. പൊതുസമൂഹത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തിനാണ് കർത്താവ് ജനിച്ച സ്ഥലത്ത് പോലും ഇന്നൊരു കലഹത്തിന്റെ വീടായിട്ട് സംഘർഷഭരിതമാണ്. അപ്പൊ ഈ ലോകത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് യേശുവിനെയാണ്. കാരണം അവൻ സമാധാനത്തിന്റെ രാജാവാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ സമാധാനത്തിന്റെ രാജാവിനെ ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്, ലോകത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. മനുഷ്യൻ എവിടെയൊക്കെ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നോ ആ കാലമൊക്കെയും സമാധാനത്തിന്റെ രാജാവായ മിശിഹായിക്ക് ഏറ്റവും വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് അവന്റെ സമാധാനം സ്വീകരിക്കാനുള്ള, അതാണല്ലോ മാലാഖമാർ പാടുന്നത്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ സമാധാനം സ്വീകരിക്കാനാവട്ടെ, അതിനുള്ള സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു ശുശ്രൂഷകരാകാനാവട്ടെ ക്രിസ്മസ് കാലത്ത് നമ്മുടെ എല്ലാം പരിശ്രമം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും. വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു ക്രിസ്മസ് കാലയളവ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയിലെ വൈദികര്, നമ്മുടെ സന്യാസ സഭയിലെ വൈദികര് അവരോടൊപ്പം ഒന്ന് അവർക്കൊരു ക്രിസ്മസ് വിശ്വസ് നൽകുവാൻ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ അന്വേഷിക്കുക, അത് അവർക്ക് വളരെയധികം ഒരു കരുതൽ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവർക്കൊരു പ്രചോദനമാണ്. അവരെ കരുതുന്നുണ്ട്, അവരോടൊപ്പം ഇടവക സമൂഹമുണ്ട്, ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവം അവർക്കുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റിലുമുണ്ട് എന്നൊരു ചിന്ത ശക്തമായിട്ട് പകരം അവർക്ക് സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തപോലെ ക്രിസ്മസ് കാർഡുകൾ, അതിൽ തന്നെ ഉണ്ണീശോയെ എടുത്തു മാറ്റാതെ തന്നെ എല്ലാ ക്രിസ്മസ് ആഘോഷങ്ങളിലും ഉണ്ണീശോ കേന്ദ്രീകൃതമാകട്ടെ. അതുവഴി സമാധാനത്തിന്റെ രാജാവ് നമ്മുടെ ഇടയിൽ പിറകട്ടെ, സഭയിൽ സമാധാനം കൂടുതൽ കൈവരട്ടെ, ലോകത്ത് സമാധാനം കൂടുതൽ കൈവരട്ടെ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ അച്ഛൻ പുലികളുടെ ഒപ്പം തന്നെ കുഞ്ഞാടുകളുടെ കൂടെ തന്നെ മെറി ക്രിസ്മസ്.